ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ഇതേ രാഷ്ട്രീയ സ്വയംസേവക് സംഘം രൂപീകൃതമായിട്ട് 100 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സംഘപരിവാർ കൂട്ടങ്ങളെ സന്തോഷിപ്പിക്കാൻ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. RSS ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയ 100 രൂപ നാണയവും പ്രത്യേക സ്റ്റാമ്പും. ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന തീരുമാനമാണിതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ഭാരതാംബയ്ക്കും RSSന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട സേവനത്തിന്റെയും സമർപ്പണബോധത്തിന്റെയും യാത്രയ്ക്ക് നൽകുന്ന അഭിമാനകരമായ ആദരമാണ് ഈ നിമിഷം. RSSന്റെ ഏത് സേവനത്തെക്കുറിച്ചാണ് മോദി പറയുന്നതെന്നാണ് മനസ്സിലാകാത്തത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതാണോ? ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങളാണോ? മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തതോ? രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുന്നതോ? സിനിമകളടക്കം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെല്ലാം കൂച്ചുവലങ്ങിടുന്ന പ്രൊപ്പഗാൻഡയാണോ? അതോ BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളെ നിരന്തരം വേട്ടയാടുന്നതോ? ഇവയിൽ ഏതാണ് മോദി RSSന് അഭിമാനകരമായ ആദരം നൽകാനിടയായ കാരണം? പുറത്തിറക്കിയ 100 രൂപ നാണയത്തിൽ ഒരു വശത്ത് ദേശീയ ചിഹ്നവും മറുവശത്ത് സിംഹത്തോടു കൂടിയ ഭാരതാംബയുടെ ചിത്രവുമാണ്. അതിനു മുന്നിൽ ഭക്തിയോടെയും അർപ്പണബോധത്തോടെയും സ്വയം സേവകർ പ്രണമിക്കുന്നതും കാണാം. RSSന് ഇത്തരമൊരു അംഗീകാരം നൽകാൻ ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് വെറുതെ സംഭവിച്ച ഒന്നല്ല, കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഗാന്ധിയുടെ ഓർമ്മകളെ പോലും അവർ ഭയപ്പെടുന്നു. മതേതര ഇന്ത്യയുടെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നതാണ് RSSനുള്ള ഈ ബഹുമതിയെന്ന് ചുരുക്കി പറയാം. ഭരണഘടനാ പദവിയുടെ അന്തസ്സു തന്നെ കളങ്കപ്പെടുത്തുകയാണ് ഇത്തരം പ്രവർത്തികളിലൂടെ പ്രധാനമന്ത്രി. ഗാന്ധി വധക്കേസിൽ വിചാരണ ചെയ്യപ്പെട്ടയാളാണ് സവർക്കർ. ഇയാളെ ധീരദേശാഭിമാനിയാക്കാൻ, സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് സംഘപരിവാർ കൂട്ടം. അതിനുള്ള പടികൾ ഓരോന്നായി പണിയുകയാണവർ. ഗാന്ധിജിക്ക് പകരം സവർക്കറെ പ്രതിഷ്ഠിക്കുന്ന നാൾ വിദൂരമാകില്ല. ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തിനെന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ. ചരിത്രത്തെ ഇങ്ങനെ പല വിധത്തിൽ വളച്ചൊടിക്കാൻ അവർക്കൊരു മടിയുമില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നുമില്ലാത്തവർ കൃത്രിമമായി ചരിത്രം നിർമ്മിക്കുന്നു. ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണാധികാരിയായി മോദി മാറിക്കഴിഞ്ഞു. മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിയ ഗാന്ധിയെ കൊന്നുതള്ളിയവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അതെന്തായാലും നാടിന് ആപത്താണ്. RSS നാടിന് ആപത്താണ്. മഹാത്മാഗാന്ധി രാജ്യത്തിന് നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നാണ് RSS നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അതുകൊണ്ടാവും കൊന്നുകളഞ്ഞതും. RSSനെ വാഴ്ത്തുന്നവരും ചരിത്രത്തിലേക്ക് തിരികെ കയറ്റുന്നവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നിങ്ങൾ എത്ര ശ്രമിച്ചാലും വർഗീയവാദികളുടെ യഥാർത്ഥ മുഖം മറച്ചുപിടിക്കാനാവില്ല. അതിങ്ങനെ പല ഘട്ടങ്ങളിലായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് അംബേദ്കർ ഭരണഘടനയെ ജനാധിപത്യ ഇന്ത്യയുടെ മുന്നിലേക്ക് വച്ചത്. എന്നാൽ ഇന്നും അതേ മനുസ്മൃതിയുടെ പൊട്ടക്കിണറ്റിലാണ് സംഘപരിവാർ വട്ടം ചുറ്റുന്നത്. നാണയത്തുട്ടുകളിൽ തങ്ങളുടെ ചിഹ്നങ്ങൾ പതിപ്പിച്ച് അവർ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ജനാധിപത്യ, സോഷ്യലിസ്റ്റ്, മതനിരപേക്ഷ ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ RSSന്റെ പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെ, സംഘപരിവാറിനെതിരെ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും.